നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. ജെഇ മെയിൻ 2024 സെക്കൻഡ് സെഷൻ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ജെഇ മെയിൻ രണ്ടാം ഘട്ടം നമുക്കറിയാം ഏപ്രിൽ 4 ആരംഭിക്കുന്നത്. ജെഇ മെയിൻ്റെ ബി ടെക് പ്രവേശന പരീക്ഷയും അതുപോലെ തന്നെ ആർക്കിടെക്ചർ പ്ലാനിംഗ് പരീക്ഷകൾ 3 പേപ്പറുകളാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായും ഇനി ആർക്കിടെക്ചർ ഉണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടും ഒക്കെ പരീക്ഷ എഴുതാനുള്ള അവസരമുള്ളത്. ജെഇ മെയിൻ ആദ്യഘട്ടം ജനുവരി 25 മുതൽ നടക്കുകയും ഫെബ്രുവരിയിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ എല്ലാ കുട്ടികൾക്കും ലഭിക്കുകയും ചെയ്തു. ഈ രണ്ടാം ഘട്ടം എല്ലാ കുട്ടികൾക്കും ജെഇ മെയിൻ്റെ ആദ്യ സെഷൻ എഴുതിയ കുട്ടികൾക്കും പുതിയതായിട്ട് എഴുതുന്ന കുട്ടികൾക്കും ഒക്കെ പരീക്ഷ എഴുതാനുള്ള അവസരമാണുള്ളത്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അഡ്മിറ്റ് കാർഡല്ല, ഏത് ദിവസമാണ് പരീക്ഷ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാം സിറ്റി നമ്മൾ 2 ചോയ്സ് കൊടുത്തതിനകത്ത് ഏത് ചോയ്സാണ്, ഏത് എക്സാം ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് പരീക്ഷ നടക്കുന്നതെന്നുള്ളതും ജെഇ മെയിൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ 2 ജെഇ മെയിൻ്റെ വെബ്സൈറ്റിൽ നിന്നും എടുക്കുമ്പോൾ മാത്രമാണ്. ഒരു ദിവസം തന്നെ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്, രാവിലെയും ഉച്ച കഴിഞ്ഞുമായിട്ട്. അതുപോലെ തന്നെ ഏത് ഓൺലൈൻ സെൻറ്ററിൽ വെച്ചാണ് പരീക്ഷ, ആ സെൻറ്ററിൻ്റെ അഡ്രസ്സും നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുമ്പോൾ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏപ്രിൽ 2 ആയിരിക്കും ജെഇ മെയിൻ 2024 സെക്കൻഡ് സെഷൻ്റെ അഡ്മിറ്റ് കാർഡ് ജെഇ മെയിൻ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഒരുമിച്ച് എല്ലാ വിദ്യാർത്ഥികളുടെയും അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാവുകയില്ല. 4 തീയതിയും 5 ഒക്കെ ഉള്ള പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ആയിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം 6 7 എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ജെഇ മെയിൻ സെക്കൻഡ് സെഷൻ്റെ നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് നോക്കിയാൽ നമുക്കറിയാം ജെഇ അഡ്വാൻസ്ഡ് എഴുതാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ പേപ്പർ 1 ബി ടെക് ആണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യത്തെ സെഷൻ എഴുതി നമുക്കൊരു പേഴ്സൻറ്റേജ് സ്കോറുണ്ട്. ഇപ്പോൾ ഈ രണ്ടാമത്തെ സെഷൻ എഴുതി മാർക്ക് കുറഞ്ഞു പോയാലും പേഴ്സൻറ്റേജ് കുറഞ്ഞു പോയാലും നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല. കൂടുതലുള്ള ആദ്യത്തെ പേഴ്സൻറ്റേജ് തന്നെ എടുത്തുകൊള്ളും. ഇനി ഇത്തവണ കൂടുതൽ പേഴ്സൻറ്റേജ് കിട്ടിയാൽ ഇത് തന്നെ ആയിരിക്കും പരിഗണിക്കുന്നത്. അതുപോലെ ആദ്യത്തേത് എഴുതിയില്ല, ആബ്സെൻ്റ് ആയിരുന്നു, ഈ രണ്ടാമത്തെ പേഴ്സൻറ്റേജ് ഉപയോഗിച്ചോളും. ആദ്യത്തേത് എക്സാം നിങ്ങൾ എഴുതിയിരുന്നു, രണ്ടാമത്തേതാണ് നിങ്ങൾ ആബ്സെൻ്റ് ആയാലും പേടിക്കേണ്ടതില്ല. ആദ്യത്തെ പേഴ്സൻറ്റേജ് അനുസരിച്ച് നിങ്ങൾക്ക് ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് വരികയും ജെഇ അഡ്വാൻസ്ഡിന് നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഏപ്രിൽ 4, 5, 6, 8, 9 തീയതികളിലാണ് ജെഇ മെയിൻ പേപ്പർ 1 എക്സാം നടക്കുന്നത്. ബി ടെക്കിന് വേണ്ടിയിട്ട് നടക്കുന്ന പരീക്ഷ നടക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും 2 ഷിഫ്റ്റുകളാണ് ഉണ്ടാവുക. അതിൽ ഏത് ഷിഫ്റ്റിലാണോ ഓരോ കുട്ടിക്കും പരീക്ഷ എന്നുള്ളത് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. രാവിലെ 9 മുതൽ 12 വരെയും ഉച്ച കഴിഞ്ഞ് 3 മുതൽ 6 വരെയുമായിരിക്കും. ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സെഷൻ മാത്രം പരീക്ഷ എഴുതിയാൽ മതിയാവും. ബി ആർക്കിനും ബി പ്ലാനിങ്ങിനും അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 12 പരീക്ഷ. അത് രാവിലത്തെ ഷിഫ്റ്റ് കൊണ്ട് തന്നെ പരീക്ഷ തീരുകയും ചെയ്യും. താരതമ്യം വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ബി ആർക്കിനും ബി പ്ലാനിങ്ങിനും അപേക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒറ്റ ദിവസം കൊണ്ട് പരീക്ഷ തീർക്കുകയും ചെയ്യും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് എക്സാം സിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് ദിവസമാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നതെന്നും അതനുസരിച്ച് നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യാനായിട്ടും സാധിക്കും. ജെഇ മെയിൻ സെക്കൻഡ് സെഷൻ്റെ അഡ്മിറ്റ് കാർഡ് പുതിയതായിട്ടാണ്. ആദ്യത്തെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല. സെക്കൻഡ് സെഷൻ്റെ അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ 2 നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന സമയങ്ങളിൽ ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഏപ്രിൽ 25 ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത്. ആദ്യത്തെ സെഷൻ ജനുവരി ആദ്യത്തെ സെഷൻ്റെയും ഇപ്പോൾ ഫെബ്രുവരിയിലെ രണ്ടാമത്തെ സെഷൻ്റെയും 2 പേഴ്സൻറ്റേജിലും കൂടെ കമ്പയർ ചെയ്തിട്ട് കൂടുതലുള്ള പേഴ്സൻറ്റേജ് ഏതാണോ 2 പേഴ്സൻറ്റേജിലും കൂടെ ആഡ് ചെയ്തിട്ട് ആവറേജ് എടുക്കുകയല്ല, 2 പേഴ്സൻറ്റേജ് ഇൻഡിവിജ്വലായിട്ട് നോക്കിയിട്ട് കൂടുതലുള്ള പേഴ്സൻറ്റേജ് ഏത് സ്കോറാണോ അതിനനുസരിച്ചുള്ള ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് ഏപ്രിൽ 25 jeimein.nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അന്ന് നമുക്കറിയാം ജെഇ അഡ്വാൻസ്ഡിന് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ ജെഇ അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ jeiadv.ac.in എന്ന വെബ്സൈറ്റിൽ IIT പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മെയ് 26 അന്ന് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് എക്സാം ഡേറ്റ് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് പുതിയതായിട്ട് നമ്മൾ ജെഇ അഡ്വാൻസ്ഡിനായിട്ട് അങ്ങനെ ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ജെഇ അഡ്വാൻസ്ഡിൻ്റെ വെബ്സൈറ്റിലും പുതിയതായി ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ട് വരും. അത് ഏപ്രിൽ 25 അറിയാനായിട്ട് സാധിക്കും.
ഇതിൻ്റെ രണ്ടിൻ്റെയും റാങ്ക് വന്നതിന് ശേഷം ജെഇ അഡ്വാൻസ്ഡിൻ്റെ റാങ്കും ജെഇ മെയിൻ്റെ റാങ്കും വന്നതിന് ശേഷം josa.nic.in എന്ന വെബ്സൈറ്റ് വഴി സീറ്റ് അലോക്കേഷൻ, അതുപോലെ ദാസ സ്കീം വഴിയുള്ള സീറ്റ് അലോക്കേഷനൊക്കെ ആരംഭിക്കുകയും ചെയ്യും. ജെഇ മെയിൻ സംബന്ധിച്ചുള്ള വിശദമായ വാർത്തകൾക്ക് ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.